എല്ലാ രാജ്യങ്ങൾക്കും ആശ്വാസമായി ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തുറന്നു. ആ പ്രഖ്യാപനം ഉണ്ടായി. അത് തുറക്കാൻ കാരണം ഇസ്രായേലും ലെബനോനും തമ്മിലുള്ള വെടിനിർത്തലിനെ തുടർന്നാണ്. 10 ദിവസത്തേക്ക് അവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അപ്പോൾ അതൊരു ശാന്തിയുടെ ലക്ഷണം അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. അപ്പോൾ അത് വന്ന ഉടനെ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചു ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയാണെന്ന്. അവരത് തുറന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അമേരിക്ക വീണ്ടും എന്നിട്ടിപ്പോൾ ചർച്ച നടക്കുകയാണ്. പാകിസ്ഥാൻ ചർച്ച നടക്കാൻ പോവുകയാണ്, സമാധാന ചർച്ച വീണ്ടും. അപ്പോൾ അത് ട്രംപ് ഏത് വിധത്തിൽ പ്രതികരിക്കുമെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ അയാൾ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ കപ്പലുകളൊക്കെ അവിടുന്ന് പോകുന്നതിലെല്ലാം ഉപരോധിക്കുന്നതാണ് കടലിൽ വെച്ച്. എന്നാൽ മര്യാദയ്ക്ക് അവർ തുറന്നു കൊടുത്തു. അതിൻ്റെ സമാനമായിട്ട് ഇരുന്നാൽ പോരാ. ഇറാൻ കീഴടങ്ങി എന്നൊക്കെ അങ്ങ് പിടിച്ച് പറയുമല്ലേ. എവിടെ കീഴടങ്ങിയത്? അമേരിക്കയ്ക്കുണ്ടായ നഷ്ടങ്ങൾ എന്ത് ചെയ്യും? ഏതായാലും ഒരു സമാനമുള്ളത്, ഈ ഹോർമൂസ് കടലിടുക്ക് തുറന്നു എന്നുള്ള പ്രഖ്യാപനം വന്നതോടെ തന്നെ ക്രൂഡിൻ്റെ വില പെട്ടെന്നാണ് ടപ്പേന്നാണ് താഴ്ന്നത്. $109 നിന്ന് ഒരൊറ്റയടിക്ക് അത് നേരെ $88 വന്നു. ബെൻ ക്രൂഡിൻ്റെതാണ് അത് വന്നേക്കുന്നത്. US ക്രൂഡിൻ്റെ വിലയാണെങ്കിൽ അതിനും അതായത് $83 വന്നു എന്നുള്ളതാണ് ബാരലിൽ. അപ്പോൾ ഇത് ഇനി ഇതിലും വീണ്ടും താഴും. കാരണം ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ശരിയായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇനി വില അങ്ങ് കുറയും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഡോളറിൻ്റെ വില ഇടിഞ്ഞു തുടങ്ങി. അപ്പോൾ ഡോളറിൻ്റെ വില ഇടിയുമ്പോൾ സ്വർണത്തിൻ്റെ വില കയറും. സ്വർണത്തിന് ഇന്ന് തന്നെ പവന് $600 കൂടിയിട്ടുണ്ട് രാവിലെ. ഇതറിഞ്ഞ ഉടനെ ഇനി ഇത് കൂടും, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ലോകത്തുള്ള ഒരു വ്യാപാരക്രമം അതിനെയൊക്കെ നിശ്ചയിക്കുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക്, അതുപോലെ പശ്ചിമേഷ്യയിലെ യുദ്ധം, ഇതൊക്കെയാണ്. ഇനി ഇപ്പോൾ വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, സൗദി അറേബ്യ ഈ 18 വിസിറ്റിംഗ് വിസയും ഉംറ വിസയും 18 തീയതി വരെ മാത്രമേ അതിൻ്റെ ആയുസുള്ളെന്ന് പ്രഖ്യാപിച്ചു. അതോടുകൂടി കുടുങ്ങിപ്പോയവർ വളരെ കൂടുതലാണ്. അതായത് അവിടെ ഉംറയ്ക്ക് പോയിട്ടുള്ള ആളുകൾ, പിന്നെ കുടുംബസമേതം അവിടെ സന്ദർശിക്കാൻ പോയിട്ടുള്ളവർ, വിസിറ്റിംഗ് വിസയിൽ ചെന്നവർ, അവരെല്ലാം കുടുങ്ങിയെന്ന് പറഞ്ഞാൽ 18 കഴിഞ്ഞാൽ പിന്നെ ആ വിസയ്ക്ക് വിലയില്ലല്ലോ. ആ വിസയുടെ കാലാവധി നീട്ടി കിട്ടാതെ വളരെ കഷ്ടമാണ്, വളരെ അവർ കഷ്ടപ്പെടും. മാത്രമല്ല, ഇത് എന്തുകൊണ്ടാണ് അവർ കുടുങ്ങിപ്പോയെന്നൊന്ന് ആലോചിച്ച് കൊടുക്കണം. അവരുടെ കുഴപ്പമല്ല, അവരവിടെ അനുവാദമില്ലാതെ താമസിക്കാനൊന്നും പോയതിൻ്റെ കാര്യം കൊണ്ടും അല്ല. അവർ കുടുങ്ങാനുള്ള കാരണം മെയിനായിട്ട് വിമാന സർവീസുകളുടെ അഭാവമാണ്. വിമാനം കിട്ടത്തില്ല വരാൻ. അതുപോലെ അത്രത്തോളം വലിയ ഭാരിച്ച റേറ്റാണ് ഈ വിമാനത്തിന്. അപ്പോൾ ആ വിമാന കമ്പനികളൊക്കെ നിരക്ക് കുത്തനെ കൂട്ടി, ടിക്കറ്റിന് വളരെ വലിയ വിലയാണ് ഇപ്പോൾ. അത് കാരണം, ആ ഒറ്റ കാരണം കൊണ്ട് അതാണ് അവർക്ക് യഥാർത്ഥത്തിൽ വരാൻ പറ്റാതെ പോയത്. ഏതായാലും അവർക്കത് വരാൻ പറ്റാതെ പോയി. ഇനി അത് അവിടെ കുടുങ്ങി കിടക്കുകയാണ് അവർ. ഇനി അവിടുന്ന് അത് ഏതെങ്കിലും വിധത്തിൽ ഊരിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഇനി എന്താ പറയുക, അവിടുത്തെ ഗവൺമെൻറ്, സൗദി ഗവൺമെൻറ് വിചാരിക്കണം, അതായത് വിസയുടെ കാലാവധി നീട്ടി കൊടുക്കണം. ഈ 18 വരെ ഉള്ളു കാലാവധി, അത് ഇന്ന് തീരുകയാണ്. അപ്പോൾ അതോടുകൂടി ഇനി കാലാവധി നീട്ടി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് നാട്ടിൽ വരാൻ ഒക്കത്തില്ല, അവിടെ തന്നെ കിടന്നു പോകും. മാത്രമല്ല, പിന്നെ ഒഫൻസാണ് അവിടെ കിടക്കുന്നത്, വലിയ പ്രശ്നവും ആവും. കാരണം അനധികൃതമായിട്ട് ആ രാജ്യത്ത് തങ്ങുന്നു എന്നുള്ള ഇത് വരും. അപ്പോൾ ഈ ഹജ്ജ് പ്രമാണിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ എല്ലാ വർഷവും ചെയ്യുന്നതാണ്, വിസ നിർത്തിവെക്കും. അതേപോലെ തന്നെ ഈ 18 തീയതി അവസാനിക്കുന്നു. കാരണം ഇവിടുന്ന് ഇപ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകളെന്ന് പറയുന്നവർ, അവരൊക്കെ ഏതാണ്ട് 23 തീയതി മുതലൊക്കെ ഇവിടുന്ന് ഹജ്ജിന് പോയി തുടങ്ങും. അപ്പോൾ പിന്നെ അവിടെ ഈ ഹജ്ജിനുള്ളവരെ മാത്രമേ അവിടെ സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ ഉംറ വിസയോ വിസിറ്റിംഗ് വിസയോ അവിടെ ഈ സമയത്ത് അവർ ഇഷ്യൂ ചെയ്യത്തില്ല. അതൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വന്നത് എന്താണെന്നറിയോ, ഈ യുദ്ധം കാരണമാണ്.
രാജ്യത്ത് നമ്മുടെ ലോകത്ത് തന്നെ ഒരുപാട് അശാന്തി പടരാൻ ഈ യുദ്ധം ഇടയാക്കി. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. നഷ്ടങ്ങൾ ഒരുപാട് രാജ്യങ്ങൾക്കുണ്ടായി. പ്രവാസികൾക്ക് അത്രത്തോളം വലിയ ഗുരുതരമായ നഷ്ടമുണ്ടായി, ബുദ്ധിമുട്ടായി. അവരുടെ പലരുടെയും ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതിയായി. ഇവിടെ പാചകവാതകം ഇല്ലാതെ, പാചകവാതകം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കുള്ള സിലിണ്ടറുകൾക്ക് കുഴപ്പമില്ല, പക്ഷേ വാണിജ്യ സിലിണ്ടർ, കൊമേഴ്ഷ്യൽ സിലിണ്ടർ ഉണ്ടല്ലോ, അത് കൊടുക്കുന്നില്ല. അത് കൊടുക്കാതിരിക്കുന്നത് കാരണം ഒരുപാട് ഹോട്ടലുകൾ അടഞ്ഞുപോയി. ഹോട്ടലുകൾ അടച്ചത് മാത്രമല്ല, അടച്ചപ്പോൾ എന്താ, അതിനോടൊപ്പം കുന്മേ കുരു എന്ന് പറഞ്ഞ പോലെ ഇലക്ഷനൂടെ വന്നല്ലോ. വേനലും ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളാണ് ഈ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ പാചകത്തിൻ്റെയും എന്തായാലും ശരി, ക്ലീനിങ് വർക്കായാലും എല്ലാം. അപ്പോൾ അവരെല്ലാം നാട്ടിൽ പോയിക്കാണ്. ഇനി ഇലക്ഷൻ വോട്ടെണ്ണലും കഴിഞ്ഞേ അവർ പതുക്കെ വരുള്ളൂ തിരിച്ചു. അതായത് മെയ് 4 ശേഷമേ അവരെ പ്രതീക്ഷിച്ചാൽ മതി. അതോടുകൂടി ഈ ഹോട്ടൽ തുറക്കണമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. ആ ബുദ്ധിമുട്ടായി. ഒരുപാട് ഹോസ്റ്റലുകൾ അടഞ്ഞുപോയി. കുട്ടികൾക്കൊന്നും ഹോസ്റ്റലിൽ നിൽക്കാൻ നിൽക്കുന്നില്ല. കാരണം ഹോസ്റ്റലുകളിൽ അവിടെ ഫുഡ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഹോസ്റ്റലൊക്കെ അടച്ച് അവരെയൊക്കെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എന്തു ചെയ്യാൻ പറ്റും? അതാ ഞാൻ പറഞ്ഞ എല്ലാ രംഗത്തും ഉണ്ടായ നാശം എന്ന് പറയുന്നത് ഈ യുദ്ധം വരുത്തി വെച്ചതാണ്. അത് എപ്പോഴായാലും അങ്ങനെയാണ് ഉണ്ടാകുന്നത്. യുദ്ധം വരുത്തി വെച്ച മറ്റ് വിനാശങ്ങൾക്ക്, അതായത് ലോകത്തിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ നഷ്ടമുണ്ടായെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇറാനിൽ ടെഹ്റാൻ എന്ന് പറയുന്ന വലിയ സിറ്റി, ഇറാൻ്റെ തലസ്ഥാനം, അത് മുഴുവൻ തകർക്കപ്പെട്ടു തവിട് പൊടിയായി. ഒന്നുമില്ല അവിടെ, കെട്ടിടങ്ങളൊന്നുമില്ല. കാരണം എല്ലാം കോൺക്രീറ്റ് കൂമ്പാരങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. ഇസ്രായേലിൽ ടെല്ലവീവിലായാലും ജെറുസലേമിലായാലും ഒരുപാട് വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു. അപ്പോൾ അതോടൊപ്പം ആളുകൾ കൊല്ലപ്പെട്ടതോ, ഇറാനിലാണെങ്കിൽ ലക്ഷക്കണക്കിന് പേരല്ലേ, ആയിരക്കണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത് ഇറാനിൽ. ഇസ്രായേലിലോ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വാർത്ത വെളിയിലോട്ട് വരുന്നില്ല. അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വാർത്ത വെളിയിലേക്ക് വരുന്നില്ല. അമേരിക്കയുടെ വിമാനങ്ങൾ എത്രണ്ണം നഷ്ടപ്പെട്ടു. ഇത് ഒക്കെ ഉള്ള നാശമെന്ന് പറയുന്നതിൻ്റെ നഷ്ടമെന്നൊക്കെ കണക്കാക്കിയെടുക്കാൻ വയ്യാത്ത രീതിയിലാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സമാധാന ചർച്ച നടന്ന് ഒരു സമാധാനം ഉണ്ടായാൽ എല്ലാവർക്കും സമാധാനമാവും. ഇല്ലെങ്കിൽ ലോകം വീണ്ടും ദുരിത കയങ്ങളിലേക്ക് ആഴും. അത് വരാതെ ഇരിക്കും. ട്രംപിന് നല്ല ബുദ്ധി തോന്നിക്കും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.